നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതുമായ ക്ഷേത്രം, അതാണ് ആന്ധ്രയിലെ തിരുപ്പതി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം. വെങ്കടാചലപതി കുബേരനിൽ നിന്ന് കടം വാങ്ങിയതിനെക്കുറിച്ചുള്ള ഐതിഹ്യം വളരെ പ്രസിദ്ധമാണ്. ഭഗവാൻ തന്റെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ കടമെടുത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് വീട്ടാനായി ആയിരക്കണക്കിന് ഭക്തർ ദിവസവും ഭഗവാന് കാണിക്കയിടുന്നു. കേരളത്തിലെ ശബരിമല പോലെ ആന്ധ്രാക്കാരുടെ ഒരു വികാരം കൂടിയാണ് ഈ ക്ഷേത്രം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്കടത്തിന് സമാനമായിരുന്നു തിരുപ്പതിയിലെ ലഡുവിൽ മായം ചേർത്തതടക്കമുള്ള കുംഭകോണങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജഗ്മോഹൻ റെഡ്ഡിയെ തോൽപ്പിച്ചത് ഈ ലഡു വിവാദം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോഴത്തെ തിരുപ്പതി ലഡു കുംഭകോണ കേസിൽ CBI പ്രത്യേക സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് 250 കോടി രൂപയുടെ കുംഭകോണമാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ അഴിമതി നടന്നത്. 3 വർഷത്തിനിടെ 68 ലക്ഷം കിലോ വ്യാജ നെയ്യാണ് വാങ്ങിക്കൂട്ടിയത്. നെല്ലൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോടതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചത്. 36 പ്രതികളാണ് കേസിലാകെയുള്ളത്. ഉത്തരാഖണ്ഡിലെ ബോലെ ബാബ ഡയറിയാണ് ഒന്നാം പ്രതി. കേസിലെ പരാതിക്കാരനെയും പ്രതിയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ജനറൽ മാനേജർ PK മുരളീകൃഷ്ണയും പ്രതിപട്ടികയിലുണ്ട്. 2024 ഒക്ടോബറിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI ഈ അന്വേഷണം ഏറ്റെടുത്തത്. ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പ്, മീനെണ്ണ എന്നിവ കലർന്നിട്ടുണ്ടെന്ന് ഗുജറാത്തിലെ NTDB ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു വെളിപ്പെടുത്തിയിരുന്നു. ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ശാന്തിഹോമം നടത്തുകയുണ്ടായി. 15 മാസത്തെ അന്വേഷണത്തിന് ശേഷം 2026 ജനുവരിയിൽ നെല്ലൂരിലെ ACB കോടതിയിൽ CBI നേതൃത്വത്തിലുള്ള സംഘം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡ് ആസ്ഥാനമായിട്ടുള്ള ഭോലെ ബാബ ഓർഗാനിക് ഡയറി ഡയറക്ടർമാർ ഉൾപ്പെടെ 36 പേരെ കുറ്റപത്രത്തിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TTDയിലെ 9 ഉദ്യോഗസ്ഥരും 5 ഡയറി വിദഗ്ധരും ഇതിൽ ഉൾപ്പെടുന്നു. ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കാൻ TTD വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുമലയിൽ തന്നെ നെയ്യും മറ്റ് പ്രസാദങ്ങളും പരിശോധിക്കാൻ അത്യാധുനിക ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ലബോറട്ടറി 2025 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ NTDB സംഭാവന നൽകിയ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫ് HPLC തുടങ്ങിയ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നെയ്യിലെ മായം ഉടനടി കണ്ടെത്താനും സാധിക്കും. ലാബ് ജീവനക്കാർക്കും ലഡു നിർമ്മാണ തൊഴിലാളികൾക്കും മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ TTDയിലേക്ക് എത്തുന്ന ഓരോ ടാങ്കർ നെയ്യും കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷമാണ് സ്വീകരിക്കുന്നത്. തിരുപ്പതി ലഡുവിന് 2009 ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. അതിനാൽ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിനല്ലാതെ മറ്റാർക്കും ഈ പേരിൽ ലഡു നിർമ്മിച്ച് വിൽക്കാൻ നിയമപരമായി അവകാശമില്ല. ക്ഷേത്രത്തിനുള്ളിലെ പൊട്ടു എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക അടുക്കളയിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഇത് ഏകദേശം 300 വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമാണ്. ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചേരുവകളുടെ അളവിനെ ദിട്ടം എന്ന് വിളിക്കുന്നു. കടലമാവ്, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലയ്ക്ക എന്നിവയാണ് പ്രധാന ചേരുവകൾ. യാതൊരുവിധ യന്ത്രസഹായവും ഇല്ലാതെ നിർമ്മിക്കുന്ന ഈ ലഡുവിന് സവിശേഷമായ രുചിയും മണവുമുണ്ട്. ആഴ്ചകളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. നിലവിൽ ലഡുവിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കർണാടകയിലെ നന്ദിനി നെയ്യ് വീണ്ടും ഉപയോഗിക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. തിരുപ്പതി ലഡു വിവാദം YSR ജഗൻമോഹൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാവുകയും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ഒരു പ്രധാന കാരണമായി ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. വെങ്കടാചലപതി കോപം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ അയ്യപ്പ കോപം ഓർക്കാം. YSR കോൺഗ്രസ് ഭരണകാലത്ത് നിയമിതരായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് അംഗങ്ങൾ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നെയ്യ് വാങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന കർശനമായ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ചില സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകിയതായിരുന്നു വിവാദമായത്. കിലോയ്ക്ക് 320 രൂപയോളം മാത്രം നിരക്ക് നിശ്ചയിച്ച നെയ്യ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപിച്ചു. ഈ വിലയ്ക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് നൽകാൻ കഴിയില്ലെന്നിരിക്കെ കരാറുകൾ രാഷ്ട്രീയ സ്വാധീനത്താൽ നൽകിയതാണെന്നാണ് ആരോപണം. കോടിക്കണക്കിന് ഭക്തർ പവിത്രമായി കരുതുന്ന ലഡുവിൽ മായം കലർന്നു എന്ന വാർത്ത ജഗൻ സർക്കാരിനെതിരെ വലിയ ജനരോഷമുണ്ടാക്കി. ഹിന്ദുവിരുദ്ധം എന്ന ലേബൽ ചാർത്തിക്കൊണ്ട് പ്രതിപക്ഷം നടത്തിയ പ്രചരണം തിരഞ്ഞെടുപ്പിൽ ജഗന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. ഭക്തരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന തോന്നൽ സാധാരണ ജനങ്ങളിലും ശക്തമായി. അതിൽ നിന്ന് ജഗൻമോഹൻ റെഡ്ഡി ഇനിയും കരകയറിയിട്ടുമില്ല.